എല്ലാവർക്കും ക്രിക്ക് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആവേശകരമായ മത്സരത്തെക്കുറിച്ചാണ്. IPL ക്വാളിഫയർ 2-ൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. നമുക്കറിയാം, രാജസ്ഥാനും സൺറൈസേഴ്സും തമ്മിലുള്ള എലിമിനേറ്ററി രാജസ്ഥാൻ സൺറൈസേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ക്വാളിഫയർ 2-ലേക്ക് അവർ യോഗ്യത നേടിയത്. ക്വാളിഫയർ 1-ൽ RCBയോട് പരാജയപ്പെട്ടാണ് ക്വാളിഫയർ 2-ലേക്ക് കളിക്കേണ്ട ഒരു സാഹചര്യം ഗുജറാത്ത് ടൈറ്റൻസിന് വന്നത്. വളരെ മികച്ച ഒരു മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കാണുവാനാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. എന്നാൽ ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെയാണ് വൈഭവിൻ്റെ ബാറ്റിംഗ്. സെഞ്ചുറിക്ക് 4 റണ്ണ് അകലെ അദ്ദേഹം ഔട്ടായി എന്നുള്ള ഒരു നിരാശ മാത്രമാണ് ആരാധകരെ സംബന്ധിച്ചുള്ള ഉള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 97 റൺസിന് ഔട്ടായെങ്കിൽ മത്സരത്തിൽ 96 റൺസിന് അദ്ദേഹം പുറത്താകുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസ് അവർ വളരെ ശക്തമായ ഒരു നിരയുമായിട്ടാണ് ഇന്നും കളിക്കാനായിട്ട് ഇറങ്ങിയത്. ടോസ് വിൻ ചെയ്ത രാജസ്ഥാൻ ആദ്യം തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് എടുക്കുവാനായിട്ട് രാജസ്ഥാൻ റോയൽസിന് സാധിക്കുകയും ചെയ്തിരുന്നു. SSC ജയ്സ്വാളും പീക്ക് ഫോമിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഡിജുറലും എല്ലാവരും വളരെ ഫോം ഔട്ടായിപ്പോയി. വേഗം തന്നെ അവരുടെ 2 വിക്കറ്റ് 9 റൺ എടുക്കുമ്പോൾ തന്നെ രാജസ്ഥാൻ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് രവീന്ദ്ര ജഡേജ ബാറ്റ് ചെയ്യാനായിട്ട് വരികയും രവീന്ദ്ര ജഡേജയും വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സാധിച്ചു. അദ്ദേഹത്തിന് ജഡേജയ്ക്ക് ചെറിയ പരിക്ക് പറ്റുകയും അദ്ദേഹം റിട്ടയർഡ് ഹാർട്ടായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം വന്ന ക്യാപ്റ്റൻ റിയാൻ പരാഗിനും കാര്യമായിട്ടും ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ ദുഷാന്ത് ചനക എടുത്തത് വെറും 9 ബോളിൽ നിന്ന് 3 റൺസ് മാത്രമാണ്. അത് നമ്മുടെ രാജസ്ഥാൻ്റെ റൺ റേറ്റ് താഴേക്ക് പോകാനായിട്ട് കാരണമായി എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ജോഫ്ര ആർച്ചർ വരുന്നു. ജോഫ്ര നമുക്കറിയാം അവസാന ഘട്ടത്തിൽ ഒന്ന് കൂറ്റിനടിക്ക് പേരിട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ജഡേജ വീണ്ടും തിരിച്ചു വരുന്നു. ജഡേജ വീണ്ടും വൈഭവുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. വൈഭവ് ഔട്ടായതിനു ശേഷമാണ് ഡോണവൻ പെരേര വന്നിട്ട് 11 ബോളിൽ 38 റൺസ് എടുത്ത് ഒരു ക്യാമിയോ പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. അങ്ങനെയാണ് 214 എന്ന് പറയുന്ന മികച്ച ഒരു സ്കോറിലേക്ക്, താരതമ്യേന മികച്ച ഒരു സ്കോറിലേക്ക് എത്തുവാനായിട്ട് രാജസ്ഥാന് സാധിക്കുകയും ചെയ്തു. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചോളം അവരുടെ ബോളിങ്ങിൽ കജാസോ റബാഡ 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ജേസൺ ഹോൾഡർ 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 2 വിക്കറ്റ് സ്വന്തമാക്കിയത്. മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പം നമുക്കറിയാം സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ ഈ 3 ബാറ്റ്സ്മാൻമാരുടെ കയ്യിലാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു ബാറ്റിംഗ് കരുത്ത് ഇരിക്കുന്നത് നമുക്കറിയാം. ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും തമ്മിലുള്ള ഓപ്പണിംഗ് 167 റൺസിന് ഒരു 1-ാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ് അവർ പടുത്തുയർത്തിയത്. സായി സുദർശൻ തുടർച്ചയായ 2ാമത്തെ കളിയിലും ഹിറ്റ് ഔട്ടായി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടത്. 58 റൺസാണ് അദ്ദേഹം നേടി ഔട്ടായി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് 52 ബോളുകളിൽ നിന്നും 104 റൺസ് ആണ് നേടിയത്. വളരെ മികച്ച ഒരു സെഞ്ചുറി നേടി അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച. അതിനുശേഷം വാഷിംഗ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് പോകുന്നു. ത്രിപാഠിയും ബട്ട്ലറും കൂടിയിട്ട് കളി അനായാസം ജയിപ്പിക്കുകയാണ് ചെയ്തത്. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ആർക്കും തന്നെ വലിയ കാര്യമായിട്ടും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്പമെങ്കിലും മികച്ച ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് നന്ദർബർഗ് മാത്രമാണ്. 4 ഓവറിൽ 35 റൺസിന് വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും 7 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം 5 വർഷമായിട്ടുള്ള അവർ IPL കളിക്കാനുണ്ട്. 2022-ലാണ് അവർ ടീം ഫോം ചെയ്ത് IPL-ലേക്ക് വന്നത്. വന്ന ആദ്യ വർഷം തന്നെ കപ്പടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. പിന്നത്തെ 2023-ൽ അവർ ഫൈനലിൽ കടന്നിരുന്നു. 2025-ൽ അവർ പ്ലേ ഓഫിലുണ്ടായിരുന്നു. 2026 വീണ്ടും അവർ ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രകടനമാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ IPL പൊതുവെ ഉണ്ടാവാറുള്ളത്. ക്വാളിഫയർ 1-ൻ്റെ ഒരു തനിയാവർത്തനം ആണ് ഫൈനലിലും കാണുന്നത്. പക്ഷേ അഹമ്മദാബാദിലാണ് ഫൈനൽ നടക്കുന്നത്. അത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു എഡ്ജുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. RCB നല്ല സൈഡാണ്. അപ്പോൾ വളരെ നല്ലൊരു IPL ഫൈനൽ 2026 കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം ആര് ജയിക്കുമെന്നാണ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. കൂടുതൽ അപ്ഡേഷനായി ക്രിക്ക് ടോക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.